ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 39-ാം ദിവസമായ ഇന്നത്തേക്ക് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം അർപ്പണമായ ആരാധന എന്നതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വേദഭാഗം അർപ്പണമായ ആരാധനയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ വേദഭാഗത്ത് യേശു ദരിദ്രയായ ഒരു വിധവയെ കാണുന്നു. ഈ വിധവ തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനുമായ 2 നാണയങ്ങൾ ഇട്ടതായി നാം മനസ്സിലാക്കുന്നു. വിധവ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇത് അർപ്പിക്കുന്നത്. അവളുടെ അർപ്പണം ത്യാഗം നിറഞ്ഞതായതിനാൽ യേശു അവളെ പ്രശംസിച്ചു. അവൾ ദൈവത്തിൽ തന്റെ വിശ്വാസം പ്രകടിപ്പിച്ചു. ലോകത്തിന്റെ സമ്പത്തിലല്ല, ദൈവത്തിന്റെ കൃപയിലായിരുന്നു അവളുടെ ആശ്രയം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടപ്പോൾ ഈ വിധവ പൂർണ്ണമായ സമർപ്പണമാണ് നടത്തിയത് എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആബേലിന്റെ ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണം ദൈവം സ്വീകരിച്ചതായും കയീന്റെ ഭൂമിയിലുള്ള ഫലങ്ങളുടെ അർപ്പണം ദൈവം സ്വീകരിച്ചില്ലെന്നും കാണുന്നു. ക്രിസ്തു തന്റെ രക്തം ചൊരിയുകയും അത് നമ്മുടെ പാപങ്ങളുടെ ക്ഷമയ്ക്കായി ശാശ്വതമായ ത്യാഗമായി മാറുകയും ചെയ്തു എന്ന് എബ്രായർ 9-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നാം ദൈവത്തിൽ എന്താണ് അർപ്പിക്കുന്നത് എന്ന് ഈ നോമ്പുകാലം നമ്മെ ചിന്തിപ്പിക്കുന്നു. നമ്മുടെ അർപ്പണം ത്യാഗം നിറഞ്ഞ ഹൃദയത്തോടെയും പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ആയിരിക്കട്ടെ.